ഹലോ കൂട്ടുകാരെ, നല്ല ഒന്നാന്തരം പോത്തിറച്ചി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 1.5 കിലോളം ഉണ്ട്. ഇനി ഒരു അടിപൊളി നല്ല നാടൻ ബീഫ് കറി ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം ബീഫ് നല്ലവണ്ണം കഴുകി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കണം. ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കാം. കൈകൊണ്ട് ഇറച്ചിയിൽ എല്ലായിടത്തും ആവുന്നതുവരെ നല്ലവണ്ണം തിരുമുക. അതിനുശേഷം നല്ല നാടൻ മല്ലിയും വറ്റൽമുളകും വീട്ടിൽ പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർക്കാം. 1.5 കിലോ ബീഫ് ഉള്ളതുകൊണ്ട് 4-5 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർക്കുന്നത്. ഇനി നല്ലവണ്ണം ഈ അരപ്പ് ഇറച്ചി കഷ്ണങ്ങളിൽ എല്ലായിടത്തും ആവുന്നതുവരെ കൈകൊണ്ട് കൂട്ടി യോജിപ്പിക്കാം. ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ നീര് ഇതിലേക്ക് ചേർക്കാം. ശേഷം നന്നായി കൂട്ടി യോജിപ്പിക്കുക. അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് 2 വലിയ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഇനി വലിയ കുക്കറിൽ വെള്ളം തീരെ ഒഴിക്കാതെ ഇറച്ചി വേവിക്കാം. 4 വിസിൽ വരുന്നതുവരെ ഈ ഇറച്ചി വേവിക്കാം. ഈ സമയം നമുക്ക് കറിക്ക് ആവശ്യമായ മറ്റരപ്പ് സാധനങ്ങൾ തയ്യാറാക്കാം. 5 വലിയ സബോള, നല്ല പഴുത്ത 4 തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, എരിവുള്ള പച്ചമുളക് 5 എണ്ണം, ഒരു വലിയ വെളുത്തുള്ളി എന്നിവ എടുക്കാം. സബോള നൈസായി അരിയുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കുക. തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക. ഒരു വലിയ ഫ്രൈങ് പാൻ എടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചതെല്ലാം കൂടി ഒരുമിച്ച് വഴറ്റാം. ഈ വഴറ്റിയതിലേക്ക് നമുക്ക് 2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. അടി പിടിക്കാതെ എല്ലാം വഴറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമുക്ക് 4 ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർക്കാം. കുറച്ച് മല്ലിയില പൊട്ടിച്ച് ഇതിലേക്കിടാം. ഇനി ഇറച്ചിയും മസാല വഴറ്റിയതും കൂടി നന്നായി ഇളക്കാം. ഇതിലേക്ക് 2 സ്പൂൺ നല്ല നാടൻ കുരുമുളക് പൊടി ചേർക്കാം. നന്നായി ഇളക്കി കുക്കർ മൂടി നമുക്ക് 4 ആവിയിൽ ഇറച്ചി വേവിച്ചെടുക്കണം. ആവിയെല്ലാം പോയി കുക്കർ തുറന്ന് ഈ ബീഫ് കറി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇറച്ചി കഷ്ണങ്ങളെല്ലാം വെന്ത് മസാലയെല്ലാം പിടിച്ച് നമ്മുടെ തനി നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.